പഞ്ചായത്ത് മഴയ്ക്ക് മുൻപ് തോട് വൃത്തിയാക്കിയില്ല. ദേശമംഗലത്ത് നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി. ഒടുവിൽ തോട് വൃത്തിയാക്കാൻ കർഷകർ തന്നെ രംഗത്തിറങ്ങി. കൃഷിക്ക് പുറമെ പഞ്ചായത്ത് പണികൾ കൂടി ചെയ്യേണ്ട അവസ്ഥയിലാണ് ദേശമംഗലം പഞ്ചായത്തിലെ ഒരു കൂട്ടം കർഷകർക്ക്. കടുകശ്ശേരി പാടശേഖരത്തിലെ കർഷകർക്കാണ് ഈ ദുർവിധി. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് 35 ഏക്കറോളം കൃഷിയുള്ള കടുകശ്ശേരി പാടശേഖരത്തിന് നടുവിൽ കൂടി പോകുന്ന തോട് കരകവിഞ്ഞൊഴുകിയതോടെ കർഷകരുടെ 5 ഏക്കറോളം ഞാറുകൾ വെള്ളത്തിനടിയിലായി. തോടിനിരുവശവുമുള്ള പുല്ലുകൾ വൃത്തിയാക്കാത്തതാണ് കരകവിയാൻ കാരണം. നിരവധി തവണ കർഷകർ പരാതിപ്പെട്ടിട്ടും 1 കിലോമീറ്റർ വരുന്ന ഭാഗം പഞ്ചായത്ത് വൃത്തിയാക്കാറില്ല. കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി വിവിധ പദ്ധതികൾ സംസ്ഥാന സർക്കാർ മുതൽ പഞ്ചായത്ത് തലം വരെ തീരുമാനിക്കുമെങ്കിലും പലതും തങ്ങളിലേക്ക് എത്താറില്ലെന്ന് കർഷകർ പറയുന്നു. 30 ഏക്കറോളം ഇപ്പോൾ വിരിപ്പ് കൃഷി ചെയ്തിട്ടുണ്ട്. തോട്ടിൽ വെള്ളം ഒഴുകിപ്പോകാൻ പറ്റാതെയുണ്ട്. രണ്ട് ഭാഗത്തേക്ക് മറിഞ്ഞ് കുറേ കൃഷിക്ക് നാശം വന്നിട്ടുണ്ട്. പല പ്രാവശ്യവും ഞങ്ങൾ ഇതിന് അധികാരപ്പെട്ട ആൾക്കാരോട് ആവശ്യപ്പെട്ടിട്ടും അവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. തോട്ടിൽ മഴ പെയ്ത് വെള്ളം ആയപ്പോൾ തോട്ടിൽ നിന്ന് വെള്ളം എടുത്ത് കൃഷിയാകെ മുങ്ങിയിട്ട് 2 ദിവസമായി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് തോട് വൃത്തിയാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. കടുകശ്ശേരി പാടത്തെ തോടിന് കുറുകെ ഒരു പാലം വേണമെന്ന കർഷകരുടെ ആവശ്യവും അവഗണിക്കപ്പെടുകയാണ്. നാരായണൻ, കുഞ്ഞാവ മൊയ്തീൻ, ഹുസൈൻ, സുധീർ, അസീസ്, ഗോവിന്ദൻ നായർ തുടങ്ങിയ കർഷകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. TCV ചെറുതുരുത്തി.